ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. പുതിയ വർഷത്തിൽ വിപണികൾ ആവേശത്തിലേക്ക്. GDP വളർച്ചാ പ്രതീക്ഷ വിപണിയെ തുടച്ചു. US ഏഷ്യൻ വിപണികൾ തിളങ്ങി. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ. സംസ്ഥാനത്ത് പവന് 680 രൂപ കൂടി 50,880 രൂപയായി. ഗ്രാമിന് 6,330 രൂപ. RBIക്ക് ഇന്ന് 90 വയസ്സ്. മിൻ സ്ട്രീറ്റിൽ വൻ ആഘോഷം. രാജ്യത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് RBI നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പണരഹിത സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി. SBIയുടെ ചില ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ന് തടസ്സപ്പെടും. വാർഷിക ക്ലോസിംഗ് കാരണമാണ് സേവനങ്ങൾ മുടങ്ങുന്നതെന്ന് വിശദീകരണം. ഇന്റർനെറ്റ് ബാങ്കിംഗ്, യോനോ ലൈറ്റ്, യോനോ ബിസിനസ് വെബ്, മൊബൈൽ ആപ്പ്, യോനോ UPI എന്നീ സേവനങ്ങൾ ലഭ്യമാകില്ല. UPI ലൈറ്റും ATM സേവനങ്ങളും ലഭ്യമാകും. വരുമാന വർധനയ്ക്ക് രാജ്യാന്തര വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്ത്യൻ എയർലൈൻ കമ്പനികൾ. പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുമെന്ന എയർ ഇന്ത്യയും ഇൻഡിഗോയും. ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര എയർ പാസഞ്ചർ ട്രാഫിക്കിൽ ഇന്ത്യൻ കാരിയറുകളുടെ വിപണി വിഹിതത്തിൽ വർധന. കംബോഡിയൻ സൈബർ കുറ്റവാളികളുടെ പിടിയിൽ നിന്ന് 250 പൗരന്മാരെ രക്ഷിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം. കഴിഞ്ഞ 3 മാസത്തിനിടെ 75 പേരെ തിരികെ എത്തിച്ചു. തടങ്കലിലായത് വ്യാജ തൊഴിൽ കുംഭകോണത്തിൽപ്പെട്ടവർ. 5000-ലേറെ ഇന്ത്യക്കാർ വ്യാജ തൊഴിലവസര വാഗ്ദാനത്തിൽ കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നും റിപ്പോർട്ട്. ഇന്ന് പുത്തൻ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധനപരമായ പല സുപ്രധാന തീരുമാനങ്ങളും ഇന്നു മുതൽ നടപ്പിലാവുകയാണ്. നാഷണൽ പെൻഷൻ സിസ്റ്റം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട PFRDA പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. SBI ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജുകൾ വർദ്ധിക്കും. ഒപ്പം KYC പുതുക്കാത്ത നിക്ഷേപകർക്ക് മ്യൂച്വൽ ഫണ്ട് ഇടപാടുകളൊന്നും ചെയ്യാൻ അനുവദിക്കില്ല. അങ്ങനെ നിരവധി സാമ്പത്തിക വാർത്തകളുണ്ട്. ഇനി വിപണിയിലേക്ക് വരികയാണെങ്കിൽ പുത്തൻ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയൊരു ആത്മവിശ്വാസം പ്രകടമാണെന്ന് തന്നെ പറയാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയിലെ എല്ലാ സൂചികകളിലും ഒരു ഗ്രീൻ സിഗ്നലിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50-ൽ 133 പോയിന്റ് നേട്ടത്തിൽ 22,460 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. പ്രധാനമായും മെറ്റൽ, ഒപ്പം തന്നെ സ്വകാര്യ ബാങ്ക് ഓഹരികളാണ് ഈ ഒരു നേട്ടത്തിന് ലീഡ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 381 പോയിന്റ് നേട്ടത്തിൽ 47,506 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും ഒപ്പം തന്നെ വലിയൊരു ആത്മവിശ്വാസം പ്രകടമാണ്. 181 പോയിന്റ് നേട്ടത്തിൽ 21,170 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് ആൻഡ് നിഫ്റ്റി സ്മോൾ ക്യാപ് ഓഹരികളിലും ഏകദേശം 2-3 മുതൽ 4% വരെ ഒരു നേട്ടം പ്രകടമാണെന്ന് തന്നെ പറയാം. രാവിലെ മുതൽ തന്നെ ഓഹരി വിപണിയിൽ ഈ വലിയൊരു ഉറച്ച ആത്മവിശ്വാസം പ്രകടമായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ഈ ഒരു നേട്ടം പ്രകടമാണ്. 351 പോയിന്റ് നേട്ടത്തിൽ 74,002 പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. ഒരു ഓഹരി വാങ്ങലിനൊക്കെ തന്നെ സൂചിക സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രകടമാണ്. ഇനി മാർക്കറ്റ് വ്യൂവിൽ നമ്മളോടൊപ്പം ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ചേരുന്നു. TPFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് നിലവിൽ ഒരു വലിയൊരു രീതിയിൽ ഒരു ആത്മവിശ്വാസത്തിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വിപണിയിൽ നിന്ന് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതകൾ വിപണിയിൽ നിന്ന് പുലർത്തണം? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഒരു ഗ്യാപ്പ് അപ്പിലായിരുന്നു. അതിനുശേഷം നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നു. അതായത് 22,526 ഇതിന് മുന്നേ വന്ന ഹൈ. ഇന്ന് 22,529 വരെ വന്നതിന് ശേഷം ചെറിയ ഒരു താഴ്ച, ഒരു 10-50 പോയിന്റിൻ്റെ ഒരു താഴ്ചയിലേക്ക് വന്ന് ഇന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് സ്റ്റഡി ആയിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഒരു 50-60 പോയിന്റിനുള്ളിലുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ ഇന്ന് ഉച്ചവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും മാർക്കറ്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പുതിയ ഫ്യൂച്ചർ സീരീസിൻ്റെ ആരംഭമാണ് ഇന്ന്. അതുമാത്രമല്ല ഒരു തിങ്കളാഴ്ചയും കൂടിയാണ്. പിന്നെ പുതിയൊരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാണ്, ആഴ്ചയുടെ തുടക്കമാണ്. ഇതെല്ലാം തന്നെ മാർക്കറ്റിനെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുവാനായിട്ട്, അതായത് ബയേഴ്സിൻ്റെ എണ്ണം സെല്ലേഴ്സിനേക്കാളും കൂടുതലായി വരുവാനായിട്ടുള്ള ഒരു കാരണം വന്നു. അത് തന്നെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഈ ഫൈനാൻഷ്യൽ ഇയർ മാർക്കറ്റിനെ സംബന്ധിച്ചോളം പോസിറ്റീവായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മൊത്തത്തിൽ മാർക്കറ്റിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രധാനമായിട്ട് പക്ഷേ ഈ ഇലക്ഷൻ പോലെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വർഷം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ റിസൾട്ടുകൾ തീർച്ചയായും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് പ്രധാനമായിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനികളെല്ലാം വളരെ നന്നായിട്ട് കയറി. അതുപോലെ റെയിൽവേ സ്റ്റോക്സുകൾ നന്നായിട്ട് കയറിയുണ്ട്. കേരള ബേസ്ഡ് ബാങ്കായ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇസാഫ് തുടങ്ങിയവയെല്ലാം 5 മുതൽ 6% വരെ ഉയർന്നിട്ടുണ്ട്. മാർക്കറ്റ് വളരെ ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് ഇന്ന് നിൽക്കുന്നത്. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും വിപണി വലിയ ആത്മവിശ്വാസത്തിലാണ്. സൂചികകൾ പുതിയ ഉയരങ്ങൾ കീഴടക്കുമോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാം. മാർക്കറ്റ് വ്യൂ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഗുഡ് ആഫ്റ്റർനൂണുമായി TK റിജിത്ത് തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.